നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതു കോട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയാണെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന പ്രകടനമാണ് ഇടതു പാർട്ടികൾ ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇടതിനെ കൈവിടുന്ന മണ്ഡലത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇത്തവണ കൊല്ലം പാർലമെന്ററി മണ്ഡലത്തിൽ ആര് വിജയിച്ചു കയറും? സിറ്റിംഗ് MP പ്രേമചന്ദ്രനോ അതോ കൊല്ലത്തിന്റെ MLA മുകേഷോ അതോ വലിയൊരു അട്ടിമറിയുമായി BJPയുടെ സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറോ? നമുക്കൊന്ന് പരിശോധിക്കാം. മണ്ഡലത്തിന്റെ ഘടന പരിശോധിക്കുമ്പോൾ കൊല്ലം, ചവറ, ചടയമംഗലം, ഇരവിപുരം, കുണ്ട്ര, ചാത്തന്നൂർ, പുനലൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേരുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും 2021 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത് LDFന്റെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഈ കണക്കുകളെയെല്ലാം അപ്രസക്തമാക്കുന്ന വ്യക്തിപ്രഭാവമാണ് മണ്ഡലത്തിൽ സിറ്റിംഗ് MP MK പ്രേമചന്ദ്രനുള്ളത്. നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ജനപ്രതിനിധിയായി മികച്ച പ്രകടനം തന്നെയാണ് പ്രേമചന്ദ്രൻ കാഴ്ചവെച്ചിട്ടുള്ളത്. LDF പാളയത്തിൽ നിന്നും അടവുകൾ പയറ്റിത്തെളിഞ്ഞ പ്രേമചന്ദ്രൻ 2014 ലോക്സഭാ ഇലക്ഷനിൽ CPIM സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് UDFിലേക്ക് ചേക്കേറിയത്. 2006 VS മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടുകൾ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനു വേണ്ടി പ്രേമചന്ദ്രൻ ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രൈവറ്റ് ബില്ലും ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ഈ സഭാ കാലഘട്ടത്തിലെ ഏക പ്രൈവറ്റ് ബില്ലും ഇത് മാത്രമായിരുന്നു. മികച്ച പ്രഭാഷണ പാഠവും ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി സഭയിൽ അവതരിപ്പിക്കാനുള്ള മികവും ചേർന്ന് മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ് MK പ്രേമചന്ദ്രൻ. പക്ഷേ ഈ അടുത്ത കാലത്തായി പ്രേമചന്ദ്രനെതിരെ എതിരാളികൾ സ്ഥിരമുന്നയിക്കുന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ BJPയോടുള്ള അടുപ്പവും മോദി ഭക്തിയുമാണ്. പ്രേമചന്ദ്രൻ ഈ ആക്ഷേപങ്ങളൊക്കെ പാടെ നിരസിക്കുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് മോദിയുടെ സത്കാര വിരുന്നിൽ പങ്കെടുത്തതും പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടതുമൊക്കെ ഈ ആക്ഷേപങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ മികച്ചൊരവസരം കൈവന്നാൽ പ്രേമചന്ദ്രൻ BJPയിലേക്ക് ചേക്കേറുമെന്ന് CPM അടിവരയിട്ട് പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ തവണയും പോലെ പ്രേമചന്ദ്രനിലേക്ക് വന്നു ചേരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ കൊല്ലത്തെ CPM സിറ്റിംഗ് MLAയും സിനിമാ താരവുമായ M മുകേഷാണ് പ്രേമചന്ദ്രനെതിരെ മത്സരിക്കുന്നത്. സാഹചര്യം പരിശോധിക്കുമ്പോൾ CPMന്റെ പാളിപ്പോയ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് മാത്രമേ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുവാൻ കഴിയുന്നുള്ളൂ. 2014 19 CPM അതിന്റെ സകല സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോരാടിയിട്ടും സാക്ഷാൽ പിണറായി വിജയനെ അടക്കം മുൻനിരയിൽ നിർത്തി പ്രചാരണം നടത്തിയിട്ടും തോൽപ്പിക്കുവാൻ കഴിയാത്ത പ്രേമചന്ദ്രനെതിരെ മുകേഷിന് ജയിച്ചു കയറുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. MLA ആയിരുന്ന ആദ്യഘട്ടത്തിൽ അത്ര മികച്ച പ്രകടനവുമായിരുന്നില്ല മുകേഷിൻ്റെത്. പലപ്പോഴും MLA മണ്ഡലത്തിൽ കാണുവാൻ കഴിയുന്നില്ല എന്നൊരു പരാതിയും ഉയർന്നു വന്നിരുന്നു. ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാർ ഏറെയുള്ള കൊല്ലം, കുണ്ട്ര, ഇരവിപുരം, ചവറ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ലത്തീൻ പരമ്പരാഗത വോട്ടുകൾ മുകേഷ് നേടുമോ എന്നുള്ളതും ഏറെ നിർണായകമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. നടനും അവതാരകനുമായ G കൃഷ്ണകുമാറാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. ഈഴവ സമുദായത്തിന്റെ പ്രകടമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ BDJSന്റെ പിന്തുണ BJPയെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുവാൻ വേണ്ടി സഹായിക്കും. എന്തായാലും BJP നേടുന്ന ഓരോ വോട്ടും മണ്ഡലത്തിലെ ജയപരാജയങ്ങളിൽ നിർണായകമാകും. മൊത്തത്തിൽ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ഇത്തവണയും മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ MK പ്രേമചന്ദ്രൻ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് കരുതേണ്ടത്. മികച്ചൊരു സ്ഥാനാർത്ഥിയും ചിട്ടയായ പ്രവർത്തനവും കൊണ്ട് ജയിച്ചു കയറാമായിരുന്ന ഒരു മണ്ഡലത്തിലെ പാളിപ്പോയ സ്ഥാനാർത്ഥി നിർണയം CPMന് വിനയാകും. 2004 ശേഷം ഒരു തവണ പോലും മണ്ഡലത്തിൽ ജയിക്കുവാൻ കഴിയാത്ത CPMന്റെ ദുർവിധി ഇത്തവണയും തുടരുമെന്ന് സാരം.